കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടുന്നത്. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. സൗമ്യത, ഇന്ദ്രിജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു വന്ന് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നതാണ് സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സൗമ്യതയുടെ ചില വചനങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ സൗമ്യതയുടെ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൗമ്യത. രണ്ട്, ഇന്ദ്രിയജയം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഫലങ്ങളിൽ 9-ാമത്തെ ഫലമാണ് ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് അവസാനത്തെ ഒരു ഫലമല്ല. നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ എഴുതി അവസാനം കൊണ്ടുവന്ന 9-ാമത്തെ ഫലമായി ഇന്ദ്രിയജയം എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ അത് അവസാനത്തെ ഫലമാണെന്ന്. ഒരിക്കലും അത് അവസാനത്തെ ഫലമല്ല. പറഞ്ഞത് ആദ്യത്തെ ഫലമാണ്. ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാൽ തലയാണ്. അല്ലേ? എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ അടങ്ങിയിരിക്കും നമ്മുടെ തലയിലായതുകൊണ്ട്, നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ഇതൊക്കെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂട്ടുമ്പോൾ ഇന്ദ്രിയജയം പഞ്ചേന്ദ്രിയങ്ങളെ, അപ്പോൾ തന്നെ ശരീരത്തെ ജയിക്കണം. അപ്പൊ ഇന്ദ്രിയജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനത്തെ ഫലമല്ല, അത് തല തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ചിന്തകളുടെയും ഉറവിടം, എല്ലാ ചിന്തകളും വരുന്നതും എല്ലാത്തിന്റെ കാര്യാദികളെല്ലാം നടത്തുന്നതും എല്ലാം നമ്മുടെ തലയിലുള്ള പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയുള്ള ആ അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഒരിക്കലും നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയത്തില്ല. എല്ലാ തിന്മകളിലും നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ അനുദിനം അത് നടന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. പഞ്ചേന്ദ്രിയങ്ങൾക്കനുസൃതമായി നിങ്ങളുടെ ജീവിതത്തെ നയിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. തിന്മകളിൽ നിങ്ങൾക്ക് വിടുവിക്കാൻ കഴിയുള്ളൂ. പാപത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും നരകാഗ്നിയിൽ നിങ്ങളെ വിടുവിക്കുന്നത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം പോലെ ആയിരിക്കും. പാപത്തിൽ നിന്ന്, പാതാളത്തിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് നിന്നെയും എന്നെയും വിടുവിക്കുവാൻ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന 9-ാമത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്ദ്രിയജയം എന്ന് പറയുന്നത് അവസാനത്തെ തലയാണ്. അതുകൊണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങൾ ഓരോ ദിവസവും അടിമത്തത്തിൽ ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ ജീവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും ക്രിസ്തുവിൽ സ്വതന്ത്രമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ സ്വതന്ത്രനായിരിക്കണം. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്നാണ് വേദപുസ്തകം പറയുന്നത്. ചിലര് സ്വാതന്ത്ര്യമൊക്കെ ദുഷ്ടതയ്ക്ക് മറയാക്കി കാണിക്കും, അത് മറയാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ ദുഷ്ടതയ്ക്ക് മറയാക്കാതെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ നടക്കണം. അടിമനുഖത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാൻ ഇടവരരുത്. ഹല്ലേലൂയ. സാത്താനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ലോകത്തിന്റെ മോഹങ്ങളൊക്കെ തന്ന് നിങ്ങളെ കണ്ട് പാപം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം പാപം ചെയ്യണമെങ്കിൽ, കൈകാലുകളൊക്കെ പാപത്തിന്റെ ആ അനുഭവത്തേക്ക് വഴുതി വീഴണമെങ്കിലും നമ്മുടെ തല പറയണമല്ലോ. തലയിൽ നിന്നല്ലേ എല്ലാം കൊണ്ട് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇന്ദ്രിയജയം എന്നാൽ ചലനം. ഹല്ലേലൂയ. അതിന് മറ്റൊരർത്ഥത്തിൽ ചപലം മുതലായ കാര്യങ്ങൾക്ക് ഇടം കൊടുക്കാതെ ദൃഢ മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ചലനത്തിലും ഹല്ലേലൂയ, നിങ്ങളുടെ പ്രവൃത്തിയിലുമെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് അല്പം കൊടുക്കാതെ നിങ്ങൾ അതിനെ ജയിച്ചിട്ടുണ്ട് മനസ്സുള്ളവരായിരിക്കണം.
നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ തകർക്കുന്ന, നിങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന, പാപത്തിന്റെ വശീകരണത്തിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ താഴ്ത്തുവാൻ വരുന്ന സാത്താന്റെ തന്ത്രങ്ങളെ അതിജീവിച്ചിട്ട് നിങ്ങളൊരു ദൃഢതയുള്ള മനുഷ്യനായി ആത്മാവിന്റെ ഫലത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. രക്തം ചെയ്യാം. ഈ വചനങ്ങൾക്ക് സർവശക്തനായ ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് പോകുവാനുള്ളതല്ല. ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായി തീർന്ന് നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു ശതമാനം ഭക്തന്മാർക്കും ദൈവസന്നിധിയിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റത്തില്ല. പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലർക്കും പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുക, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് അധീനമായി ജീവിക്കുക. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൃഢമനസ്സാക്ഷിയുള്ളവരായി ഇരിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ആശകളെയും ചിന്തകളെയും പ്രവൃത്തികളെയും അല്ലെങ്കിൽ നിങ്ങളെ അടക്കി ഭരിക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആശകളും ചിന്തകളും പ്രവൃത്തികളും നിങ്ങളെ അടക്കി ഭരിക്കാൻ പാടില്ല. മനുഷ്യനെ ഭരിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ആശകളും ചിന്തകളും ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ് മനുഷ്യനെ അടക്കി ഭരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നീ മോചനം പ്രാപിക്കണം. ഹല്ലേലൂയ. എല്ലാ വികാരങ്ങൾക്കും ഒരു അതിരുണ്ടാകണം. എല്ലാ വികാരങ്ങൾക്കും ഒരു അതിരുണ്ടാകണം. മനുഷ്യൻ വികാരജീവിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അതുകൊണ്ട് എല്ലാ വികാരങ്ങൾക്കും ഒരു അതിരുണ്ടാകണം. രക്തം ചെയ്യും. നമ്മുടെ ഭാരതത്തിനൊരു അതിരുണ്ട്. ഹല്ലേലൂയ. ലോക രാജ്യങ്ങൾ, ഓരോ രാജ്യത്തിനും അതിരുണ്ട്. നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീടിനൊരു അതിരുണ്ട്. നിങ്ങളുടെ സ്ഥലത്തിനൊരു അതിരുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം ഒരു അതിരുണ്ട്. ഹല്ലേലൂയ. അതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ ലോക ജീവിതത്തിനകത്ത് പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു അതിര് വെച്ച് വേണം ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലാത്തിനും അതിര് വെക്കണം. അതിര് ലംഘിച്ചാൽ അത് പാപമാണ്. അതിര് കടന്നാൽ മറ്റുള്ളവൻ നിന്നെ ആമയിലേക്ക് പിടിക്കും. ഇപ്പൊ ഇന്ത്യയുടെ അതിര് ലംഘിക്കുവാൻ കടന്നു വരുന്ന മറ്റ് രാജ്യക്കാരെ എന്ത് ചെയ്യും? ഇന്ത്യയുടെ ശക്തരായിരിക്കുന്ന ഭടന്മാർ നേരിടും. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനായിട്ട് വരുന്ന രാജ്യങ്ങളുടെ സൈനാധിപർ അവരെന്ത് നേരിടും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അതിര് ലംഘിച്ച് നിങ്ങൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ചില സാത്താന്യ ശക്തികളുടെ ചില പാപങ്ങളുടെ ആശകൾ, ആഗ്രഹങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, മോഹങ്ങൾ, അവയ്ക്കെല്ലാം നിങ്ങളൊരു അതിരിട്ട് സൂക്ഷിക്കണം. അങ്ങനെ അതിരിട്ട് സൂക്ഷിക്കണമെങ്കിൽ സൗമ്യത, ഇന്ദ്രിയജയം എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉള്ളിൽ ഒതുക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക. രക്തജയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസിയുടെ വീട്ടിൽ പോയി. പോകാൻ മടിയാണെന്നാലും ഞാൻ പോയതാ. അങ്ങനെ പോയി അല്പസമയം സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ വിശ്വാസി അങ്ങ് തിളയ്ക്കാൻ തുടങ്ങി. എണ്ണ കിടന്ന് തിളയ്ക്കുന്നത് പോലെ അങ്ങ് തിളയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ പലഹാരങ്ങളൊക്കെ ചുടുന്ന കടയിൽ ചെന്നിട്ട് ആ പലഹാരങ്ങൾക്കൊക്കെ അങ്ങോട്ട് എണ്ണ തിളച്ച് നിൽക്കുമ്പോൾ അതിനകത്തേക്ക് മാവൊക്കെ എടുത്തിടുമ്പം ആ എണ്ണയൊന്ന് തിളച്ചു പോകുന്നത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞ പോലെ ഞാൻ ചില വിശുദ്ധിയുടെ ചില ദൈവത്തിന്റെ വചനത്തിൽ മാത്രമാണ് സംസാരിച്ചപ്പോൾ എണ്ണ തിളച്ചു പോകുന്നത്, എണ്ണയിലേക്ക് കായിട്ടപ്പോൾ എണ്ണ തിളച്ചു പോകുന്നത് പോലെ വചനം അവരുടെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? അവരവിടെ തിളച്ചു പൊങ്ങാൻ തുടങ്ങി. പിന്നെ അങ്ങ് കയ്യും കാലും എടുത്ത് മുഖമൊക്കെ അങ്ങ് കറുത്തപ്പം ഞാനോർത്ത്, എന്റെ ദൈവമേ, ഇത്രയും കാലം വചനം കേട്ടിട്ടും ഒരു വചനം പോലും അവരുടെ ജീവിതത്തിലില്ലോ. അവരുടെ ഒരു ആത്മാവിന്റെ ഫലം അവരിലുണ്ടെന്ന് പറയും, പക്ഷെ അതിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വികാരങ്ങൾക്ക് അതിരിടാതെ വരുന്നതിനെ എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് കേട്ടോ. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ഭൂമിയിൽ ജീവിച്ച് നീ നരകത്തിൽ പോകാനാണോ ജീവിക്കുന്നത്, സ്വർഗത്തിൽ പോകാനാണോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് എടുക്കാവുന്ന തീരുമാനമാണ്. സ്വർഗസ്നായ ദൈവം, സർവശക്തനായ ദൈവം അതൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നിങ്ങൾക്ക് നരകം വേണേ തിരഞ്ഞെടുക്കാം, സ്വർഗം വേണേ തിരഞ്ഞെടുക്കാം. ഏത് വേണേ തിരഞ്ഞെടുപ്പെന്നുള്ള നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതത്തിനകത്ത് ആശകളെയും ഇച്ഛകളെയും പ്രവൃത്തികളെയും മോഹങ്ങളെയും എല്ലാം അടക്കി ഭരിക്കുവാൻ നീ ഇടം കൊടുക്കാതെ നിന്റെ എല്ലാ വികാരങ്ങൾക്കും നീ ഒരു അതിരിടണം, ഒരു വരമ്പുണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വരമ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയില്ലേ? പാടത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ? പാടമൊക്കെ നന്നായിട്ട് അത് വിതയ്ക്കാൻ വേണ്ടി തയ്യാറാക്കി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? പാടത്തിന്റെ വരമ്പുകളൊക്കെ നന്നായിട്ട് അവർ പാടത്ത് ഉറപ്പിച്ച് ആ പാടത്തിന്റെ 4 ചുറ്റും അല്ലെങ്കിൽ ഉറപ്പിച്ചു വെക്കും.
കാരണം മറ്റു വെള്ളങ്ങളൊന്നും ഒഴുകി കീറി പാടത്തിന്റെ വരമ്പ് പൊട്ടിച്ച് അതിനകത്ത് കൃഷി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ പാടത്തിനെല്ലാം ഒരു വരമ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളെ സാത്താൻ അപഹരിച്ചുകൊണ്ട് പോകാതെ നിന്റെ ജീവിതമാകുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ എല്ലാ മേഖലയിൽ നിനക്കൊരു അതിർവരമ്പുണ്ടായിരിക്കണം. പ്രൈസലോ. അതിർവരമ്പില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെല്ലാം നുഴഞ്ഞു കയറുമെന്നേ, അല്ലെങ്കിൽ എല്ലാം നുഴഞ്ഞു കയറും. പ്രൈസലോ. നമ്മളെല്ലാത്തിലും നുഴഞ്ഞു കയറാൻ അവസരം കൊടുക്കരുത്. നിന്റെ ജീവിതത്തിനകത്ത് അതിരില്ലാത്തതുകൊണ്ടും അതിർവരമ്പില്ലാത്തത് കൊണ്ടുമാണ് നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് പാപത്തിന് അധീനമായി ശരീരത്തിൽ നീ വസിക്കുന്ന പാപം നീ ചെയ്യുന്നത്. നിനക്ക് നേരായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിലും നേരായിട്ട് ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിന്നെ നേരായ പാതയിലൂടെ വിടാതെ നിന്നെ പാപത്തിന്റെ വശീകരണത്തിലേക്ക് സാത്താൻ നയിച്ചു കൊണ്ടുപോകുന്നത് നിന്റെ ജീവിതമാകുന്ന ആ അനുഭവത്തിനൊരു വരമ്പില്ല, ഒരു അതിരില്ല. അതുകൊണ്ട് നിന്നെ സാത്താൻ ഇങ്ങനെ ഇട്ട് തകിടം മറിച്ചുകൊണ്ടിരിക്കുക. ലേലിയ. സ്തോത്രം. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ജീവിതത്തിൽ നീ അവസാനം നരകയാതന അനുഭവിക്കും. പ്രൈസോ. ചിലർക്ക് പറയും നരകം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ചെല്ലുന്നത് പോലെയാണെന്നാ ചിന്തിച്ചിരിക്കുന്നത്. ചിലരൊക്കെ ചിന്തിക്കുക എങ്ങനെ, നരകത്തിലൊക്കെ ചിലതേ അങ്ങ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ചെല്ലുന്നത് പോലെ. അവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എല്ലാം കിട്ടുമല്ലോ, എല്ലാം കിട്ടി, എന്ത് വേണേലും അവരോട് പറഞ്ഞാൽ കൊണ്ടുതരും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്നാ ചില ചിന്തിക്കുക. അല്ല സഹോദര, പഞ്ചനക്ഷത്ര ഹോട്ടലൊന്നും അല്ല, ഇവിടെ അനുഭവിക്കുന്നതൊന്നും അല്ല. അവിടെ ചെന്ന നിത്യമായ കഷ്ടതയാണ്. അല്ലേലിയ. നിന്റെ ഇവിടുത്തെ ഈ തീരുമാനവും നിന്റെ അഹങ്കാരവും നെകളൊക്കെ ഉണ്ടല്ലോ, നിന്റെ വഴിവിട്ട ജീവിതം, നിന്റെ ദുർജീവിതം, തുറന്നടപ്പും അശുദ്ധിയും ദുഷ്കാമവും നിന്റെ ഉള്ള അതിമോഹങ്ങളൊക്കെ നീ മാറ്റി വെച്ചിട്ടേ എല്ലാത്തിനും അതിർവരമ്പെട്ട് ഇന്ദ്രിയക്ഷയം നീ പ്രാപിക്കണം. അല്ലേലിയ. നീ സംസാരിക്കണം, നിന്റെ സംസാരത്തെ കടിഞ്ഞാടണം, നിന്റെ വാക്കുകൾക്ക് നീ കടിഞ്ഞാടണം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേലിയ, സ്തോത്രം, അളവിലധികമായി നിന്റെ ജീവിതത്തിനകത്തൊന്നും കടന്നുകൂടരുത്. അളവിലധികമായി ഒന്നും വരരുത്. അമൃതം അധികമായി വിഷമെന്നല്ലേ നമ്മൾ കേൾക്കുന്നത്. അതും എല്ലാത്തിനും അതിരുണ്ടെന്നേ. അല്ലേലിയ. സ്തോത്രം. നമുക്കറിയാം, ഡോക്ടർ തരുന്ന ആ ഗുളിക, ആ മരുന്ന്, അതിന്റെ അളവിൽ കഴിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകും. അല്ലേലിയ. ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വേണ്ടാത്തതിലും അധികം കഴിച്ചാൽ അത് പ്രശ്നമാകും. അല്ലേലി. എല്ലാത്തിനും അതിരുണ്ട്. അല്ലേലിയ. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന സകലത്തിലൊരു നിയന്ത്രണമുണ്ട്. സകലത്തിലൊരു നിയന്ത്രണവും ഹൃദയത്തിനകത്ത് അടക്കവും അല്ലേലിയ ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ഒരു നിയന്ത്രണം. ഹൃദയത്തെ അടച്ചു കൂട്ടി സൂക്ഷിക്കണം. അല്ലേലുയ. അതുകൊണ്ടാണ് രാമത്തെ ലേഖനത്തിൽ ആത്മാവിന്റെ ഫലം പറയുമ്പോൾ 9ാമത്തെ ഫലമായിരിക്കും ഇന്ദ്രിയ ജയത്തെ കുറിച്ച് പറഞ്ഞ്, ഇന്ന് ഇന്ദ്രിയ ജയം അതിന്റെ നിശ്ചയം പ്രാപിച്ചവനായിരിക്കണം. പ്രൈസലോ. ഇവിടെ നിങ്ങൾ സ്വാതന്ത്ര്യമായ ജീവിതം നയിക്കണം. ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് നീ പോയി ജഡത്തിന് വിധേയപ്പെട്ട് ജഡത്തിന്റെ ഇഷ്ടങ്ങളിലൂടെ നീ പോയി നിന്റെ ജീവിതത്തെ നീ തകർത്ത് തരിപ്പണമാക്കരുത്. പല കുടുംബങ്ങളും തകർന്നു കിടക്കുക, പല ജീവിതങ്ങളും തകർന്നു കിടക്കുക, പല കുടുംബങ്ങൾക്കകത്തും പ്രതിസന്ധികളാ, പ്രശ്നങ്ങളാ. അല്ലേറിയ. കുടുംബങ്ങളെല്ലാം ഭരിക്കുന്ന സാത്താനാ. ദൈവാധിപത്യം കുടുംബത്തിൽ നഷ്ടപ്പെട്ടുപോയി, ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയി, ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ടു. പിശാച് നിന്റെ ജീവിതത്തിന്റെ അതിരുകൾ കൈവശമാക്കി. നിന്റെ അതിരുകൾ കൈവശമാക്കി നിന്റെ കുടുംബത്തിനകത്ത് ജീവിതത്തിൽ പിശാച് നുഴഞ്ഞു കയറി കഴിഞ്ഞപ്പോൾ അവൻ നിന്നെ പാപത്തിലേക്ക് നയിക്കുവാൻ തുടങ്ങി. നിന്റെ വാക്കുകൾ നിന്നെ പാപത്തിലേക്ക് നയിക്കും. അല്ലേലൂയ. അവിടെ എല്ലാത്തിനും അതിര് വേണമെന്നേ, എല്ലാത്തിനും അതിര് വേണം, എല്ലാത്തിനും ഒരു വരം വിട്ടേക്കണം. പ്രൈസലോ. അതുകൊണ്ടാണ് ദൈവത്തിന് അന്ന് പറഞ്ഞ ആഹാരം കഴിക്കുന്നത് തെറ്റല്ല, അല്ലേ? എന്നാൽ അല്ലേലിയ മോഹങ്ങൾക്കിടം കൊടുക്കുന്നത് കൊടുക്കുന്നത് തെറ്റാണ്. ആഹാരത്തിന് ആമയ്ക്ക് ആഹാരം കഴിക്കുക തെറ്റല്ല, എന്നാൽ മോഹങ്ങൾക്കിടം കൊടുക്കുന്നത് കൊടുത്ത് അഥവാ മോഹങ്ങൾക്കിടം കൊടുത്ത് തീറ്റിപ്പണ്ടാരമായിരിക്കരുത്. അല്ലേ? ആഹാരം ഇഷ്ടംപോലെ കഴിക്കാം, പക്ഷെ എന്നാൽ നീ ഒരു തീറ്റിപ്പണ്ടാരമായിരിക്കരുത്. അല്ലേ? ഈ ചില മാതാപിതാക്കൾ അവനൊരു തീറ്റിപ്പണ്ടാരോ പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ചെറുപ്പകാലത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ അവനൊക്കെ ഭയങ്കര തീറ്റിപ്പണ്ടാരങ്ങളാണ്. അങ്ങനെ ആകരുത് കേട്ടോ. അല്ലെ? തീറ്റിപ്പണ്ടാരങ്ങളാകരുത്. അല്ലേ? മാത്രമല്ല വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ല.
വസ്ത്രം ധരിക്കുന്ന തെറ്റ്, എന്നാൽ മറ്റുള്ളവർ ധരിക്കുന്നത് പോലെ മോഹങ്ങൾ തൊട്ടുണർത്തുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കരുത്. വസ്ത്രം നമുക്ക് ഇഷ്ടം പോലെ ധരിക്കാം, എത്ര വില കൂടിയ വസ്ത്രം വേണമെങ്കിലും ധരിക്കാം. പണ്ടുള്ള ആൾക്കാർ പറയൂ, വിശ്വാസത്തിൽ വന്നതുകൊണ്ട് വില കൂടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, വില കൂടിയ സാരി ഉടുക്കാൻ പാടില്ല, വില കൂടിയ ചുരിദാർ ഇടാൻ പാടില്ല, വില കൂടിയ പാൻറ് ഇടാൻ പാടില്ല, വില കൂടിയ ഷർട്ട് ഇടാൻ പാടില്ല. അതുകൊണ്ട് ആമി ഫുട്പാത്തിൽ ചെന്നിട്ട് 50 രൂപയുടെ സാരിയും ഉടുപ്പും മേടിച്ച് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. വരിക, ഞാനങ്ങനെ മേടിച്ചിട്ടുണ്ട്. കല്യാണത്തിന് 50 രൂപ ഉടുപ്പിട്ടാ ഞാൻ കല്യാണത്തിനൊക്കെ കൂടി കല്യാണം കഴിച്ചതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വരിക, അപ്പം നമുക്ക് ഏത് വിലയുള്ള വസ്ത്രം ധരിക്കാം, ഏത് വില, എത്ര വിലയുള്ള വസ്ത്രം വേണമെങ്കിലും ധരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ട് ധരിക്കാം, അല്ലെ വസ്ത്രം ധരിക്കാം, അലൻ സോളിയുടെ വേണം ധരിക്കാം, അതൊക്കെ വില കൂടിയതാ, അങ്ങനെയൊക്കെ ഉള്ള ധരിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ ഉള്ളിൽ മോഹങ്ങൾ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കരുത്. മനുഷ്യന് മോഹങ്ങൾ ജനിപ്പിച്ചു കൊടുക്കുന്നതും ആശകൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനും മനുഷ്യന്റെ ഹൃദയത്തിൽ ആമി വികാരങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നതും മറ്റുള്ളവർ ധരിക്കുന്നത് പോലെയുള്ള ശരീരത്തിന് ആവശ്യത്തിനില്ലാത്ത വസ്ത്രം, ശരീരത്തിന് ആവശ്യം പോലെ ഇല്ലാത്ത വസ്ത്രം ധരിച്ച് നീ ജനത്തിൽ മോഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നീ വസ്ത്രം ധരിക്കരുത്. ചിലർക്ക് അങ്ങനെ, ചിലർക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് മോഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മറ്റൊരുത്തിനെ നീ തട്ടി ഉണർത്താൻ പാടില്ല, അവന്റെ ഉള്ളിൽ മോഹങ്ങൾ തട്ടി ഉണർത്താൻ പാടില്ല. അതിനാണ് ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാഷ വണ്ടാനും ഇപ്പം പണ്ടത്തെ പോലൊന്നും വസ്ത്രധാരണം മനുഷ്യർക്ക് ഇല്ലല്ലോ. ഓരോരുത്തരൊക്കെ വസ്ത്രധാരണം ധരിച്ചു റോഡിലൂടെ നടക്കുന്നു, വാഹനത്തിൽ കയറുന്നു ഒക്കെ പോകുന്നു ഒക്കെ കാണുമ്പം ലജ്ജ തോന്നാറുണ്ട്. കാരണം പണ്ടൊക്കെ ഭയങ്കര അടുക്കൊതുക്കുക. എന്നാൽ ഇന്നത്തെ മറ്റുള്ളവർ ധരിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് മോഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, മോഹങ്ങളെ തട്ടി ഉണർത്തി കൊടുക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളിലൂടെ ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. രക്തം ചെയ്ത് നിനക്ക് വെച്ചിരിക്കുന്ന നരകമാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, പ്രത്യേക സഹോദരിമാർ പറയട്ടെ, മറ്റുള്ളവർക്ക് മോഹങ്ങൾ തട്ടി ഉണർത്തി കൊടുക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ആത്മാവിന്റെ ഫലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ നീ പാപത്തിലേക്ക് തട്ടി ഉണർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നിനക്കാകട്ടോ. നിന്നെ ദൈവം വെറുതെ വിടത്തില്ല. അപ്പം വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ല, മറ്റുള്ളവർക്ക് മോഹങ്ങൾ തട്ടി ഉണർത്തുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കരുത്. സംസാരിക്കുന്നത് തെറ്റല്ല, നാവിന് നിയന്ത്രണമില്ലാതെ മറ്റുള്ളവരെ വശീകരിക്കുന്നതിനായി നീ സംസാരിക്കരുത്. എത്ര വേണം സംസാരിക്കാം, പക്ഷെ മറ്റുള്ളവരെ വശീകരിക്കുന്ന വിധത്തിലൂടെ സംസാരിക്കരുത്. ഞാൻ എന്താ പറഞ്ഞത്, ഇഷ്ടം പോലെ ആഹാരം കഴിക്കാം, പക്ഷെ തീറ്റിപ്പണ്ടാരമാകരുത്. വസ്ത്രം എത്ര വില കൂടുതലും ധരിക്കാം, അത് മറ്റുള്ളവർക്ക് മോഹം തട്ടി ഉണർത്തുന്നതാകരുത്. എത്ര വേണേലും സംസാരിക്കാം, അല്ലേ, പക്ഷെ മറ്റുള്ളവരെ വശീകരിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാകരുത്. മുഖസ്തുതി പറയുന്നതും തെറ്റാ. ചിലരൊക്കെ ഭയങ്കര മുഖസ്തുതി പറയും, അതൊക്കെ വളരെ തെറ്റാണ്. അല്ലേലിയ. ഇന്ദ്രിയജയം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും കാണേണ്ടതാണ്. ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കാണണം. ഇന്നത്തെ സഭയിലൊക്കെ സഭയിലൊക്കെ നമ്മുടെ പെൺകുട്ടികളൊക്കെ കടന്നു വരുന്ന ആൺകുട്ടികൾ സൗകര്യമാരും ഒക്കെ കടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ ആത്മാവിന്റെ ഫലമുള്ളവരാണെന്നാ പറയുന്നത്. വന്ന് ഭയങ്കര കൈയടിച്ച് ആരാധിച്ച് പാട്ടുപാടി അന്യഭാഷയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രബോധനവും സാക്ഷിയൊക്കെ നടത്തി വരവും പോക്കുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തരാണ്. പക്ഷെ ഇന്ദ്രിയജയം നഷ്ടപ്പെട്ടവരാണ്. അതൊക്കെ ചെയ്യുന്ന ഇന്ദ്രിയജയം ഉണ്ടെങ്കിൽ നീ മാന്യമായ വസ്ത്രം ധരിച്ച് സഭയ്ക്കകത്ത് വരും. ഇന്ദ്രിയജയം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് മാന്യമായ വസ്ത്രം ധരിച്ച് സഭയിൽ ഇരിക്കുന്നവരുടെ ഉള്ളിൽ മോഹങ്ങൾ തട്ടി ഉണർത്താതെ നീ വീട്ടിൽ നിന്ന് സഭയിലേക്ക് വരുന്നിടം വരെ നിന്നെ കാണുന്നവരുടെ ഉള്ളിൽ മോഹങ്ങൾ തട്ടി ഉണർത്താതെ വരണമെങ്കിൽ നീ ഇന്ദ്രിയജയം പ്രാപിച്ചവളാണെങ്കിൽ മാത്രമേ നിനക്ക് നല്ല വസ്ത്രം ധരിച്ച് സഭ വരാൻ പറ്റത്തുള്ളൂ, ആണായാലും പെണ്ണായാലും. പ്രൈസലോ. ഇല്ലെങ്കിൽ നീ ഇന്ദ്രിയജയം പ്രാപിക്കാത്തവനാ. നിന്റെ അതിര് കടന്ന് ഈ പ്രാപിച്ച ആത്മാവിന്റെ അകത്ത് സാത്താനകത്ത് അതിര് തോണ്ടി കയറി, അതിര് കടന്ന് കയറി. അപ്പൊ നീ ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ടവളാ. സഭയിലേക്ക് നിങ്ങളിലേക്ക് നോക്ക്. പ്രൈസലോ. അപ്പൊ നാവുകൾക്ക് നിങ്ങൾ എപ്പോഴും കടിഞ്ഞാണ് ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. ഇന്ദ്രിയജയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിന് കടിഞ്ഞാണിടുക എന്നുള്ളതാണ്.
അല്ലേ? നാവിന് കടിഞ്ഞാണിടുക എന്ന് പറയുമ്പോൾ ഞാൻ യാക്കോബ് അപ്പോസ്തലന്റെ ആമ ലേഖനത്തിനകത്ത് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം ഉള്ളിലേക്ക് കയറി വരുന്നത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യാക്കോബ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം എന്ന് പറയുന്നത് അല്ലേലൂയ 3-ാം അധ്യായം 1 തൊട്ട് ഏകദേശം അല്ലേലൂയ 18 വാക്യങ്ങൾക്കകത്ത് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 18 വാക്യങ്ങൾ, അതിനകത്ത് വ്യത്യസ്തമായ ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഇന്ദ്രിയജയങ്ങളെ ജയിക്കുന്നതാ. അതിൽ ഒന്നാമത്തെ യാക്കോബ് പറയുന്നത്, ഒന്നാമത്തെ ഉപദേഷ്ടാവാകുവാനുള്ള ബദ്ധപ്പാട് യോഗ്യമല്ലെന്നാണ്. ഉപദേഷ്ടാവാനുള്ള യോഗ്യം ആ ബദ്ധപ്പാട് യോഗ്യതയല്ലെന്ന്. അതാണ് 3-1 പറയുന്നത്. സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരൂ എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബിന്റെ ലേഖനം ഒന്ന് പഠിക്കണം. ഞാൻ ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കാം. ആ ലേഖനത്തിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിലരൊക്കെ സഭയിൽ വന്ന് അവരെ ഉപദേഷ്ടാക്കന്മാരാകാൻ വേണ്ടി വളരെ ബന്ധപ്പെടുക. ഞാൻ പാസ്റ്റേക്കാൾ വലിയ ശുശ്രൂഷകരാണെന്ന് പറഞ്ഞ വിശ്വാസി വരുന്നത്. ചില ദൈവദാസന്മാരൊക്കെ 5-6 വർഷം ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് PG ഒക്കെ എടുത്ത് പിന്നെ ഡിഗ്രിയൊക്കെ എടുത്ത് അവർ സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ചില അച്ചായന്മാരും അമ്മമാരും ഉണ്ട്. പത്രോസ് പഠിച്ചില്ലല്ലോ, പാസ്റ്റർക്ക് എന്തോ അറിയാം, ഞങ്ങളൊക്കെ പറഞ്ഞ് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റേക്കാൾ വലിയ ഉപദേഷ്ടാക്കന്മാരാകാൻ ശ്രമിക്കുന്ന ഇന്ദ്രിയം നഷ്ടപ്പെടുന്ന അച്ചായന്മാരും അമ്മമാരെ സഭയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേ? നിന്റെ അവസാനവും നരകമാണ്. നീ പഞ്ചേന്ദ്രിയങ്ങൾ ജയിച്ചവനാണെങ്കിൽ നീ പെട്ടെന്ന് നീ സഭയിലെ പാസ് തകർത്തിട്ട് ഉപദേഷ്ടാവാൻ നീ ശ്രമിക്കുന്നത്, ഇത് താഴ്ന്നത് കൊടുക്കും. അല്ലേലിയ. രണ്ടാമത്തെ കാര്യം എന്താണ്? വാക്കിൽ തെറ്റാതിരുന്നാൽ സൽഗുണപൂർണനാകാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം യാക്കോബിലെ രണ്ടാമത്തെ കാര്യം, വാക്കിൽ തെറ്റാതിരുന്നാൽ സൽഗുണപൂർണനാകാം. അത് 2-ാം വാക്യം പറഞ്ഞത് എന്താണ്? അല്ലെങ്കിൽ കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നവല്ലോ. അല്ലേലൂയ. കപ്പൽ എത്ര കപ്പൽ എത്ര വലുതായാലും കൊടുങ്കാറ്റ് അടിച്ചു ഓടുന്നതായാലും അമരക്കാൻ ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിശയിലേക്ക് തിരിക്കുന്നു. അല്ലേ? എന്ന് പറഞ്ഞാൽ വാക്കി തെറ്റാതിരിക്കണം. പലരുടെയും വാക്കുകൾ തെറ്റിൽ സംസാരിച്ചു വരും, മാന്യമായിട്ട് സംസാരിച്ചു വരും. പക്ഷെ അവസാനം പോയതിനാ കോപം കയറി കലി തുള്ളി പിന്നെ എന്തൊക്കെയാ പറഞ്ഞ് കൂട്ടെന്ന് അറിയത്തില്ല. നിങ്ങൾ അങ്ങനെ ഒരാളല്ലേ? നിങ്ങൾ അങ്ങോട്ട് മാന്യമായിട്ട് സംസാരിച്ചു തുടങ്ങും. ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, സഭയിൽ വന്നു കഴിഞ്ഞാൽ പാസ്റ്ററോട്, വിശ്വാസത്തോട് സംസാരിച്ചു തുടങ്ങും. അപ്പൊ ആ സംസാരത്തിനകത്ത് സംസാരത്തിന്റെ അല്ലെങ്കിൽ ആക്കം കൊണ്ട് കൂടി വരുമ്പോൾ, അതിന്റെ പ്രശസ്തി കൂടി വരുമ്പോൾ നിങ്ങളെ വാക്കി തെറ്റിച്ചുവാൻ പിശാച് കടന്നു വരും. പിന്നെ നിങ്ങളത് തിളച്ചു കയറി നിങ്ങളെ തകർത്തിട്ട പിശാച് കൂടും. അതുകൊണ്ട് നിന്റെ നാവിനെ ജയിക്കണം. മൂന്നാമത്തെ കാര്യം എന്താ? കുതിരയെ അധീനമാക്കുവാൻ കടിഞ്ഞാണും കപ്പലിനെ നിയന്ത്രിക്കാൻ ചുക്കാനും. കുതിരയെ അധീനമാക്കാൻ എന്താ? കുതിരയ്ക്ക് കടിഞ്ഞാണുണ്ട്, കപ്പലിനെ നിയന്ത്രിക്കാൻ ചുക്കാനുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു കടിഞ്ഞാൺ ആവശ്യമാണ്. അതുകൊണ്ടാണ് 39-ാം സംഗീതത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് പറയുന്നത്. ദുഷ്ടന് മുമ്പിൽ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടതുപോലെ, കപ്പലിന് ചുക്കാനുള്ളതുപോലെ നമ്മളെപ്പോഴും നമുക്കൊരു അതിരിട്ടിരിക്കണം. അല്ലേലൂയ. സ്തോത്രം. നമ്മെ തകർക്കാൻ പിശാച് തന്ത്രങ്ങൾ വരും. അപ്പം മൂന്നാമത്തെ കാര്യം വന്ന് കുതിരയെ അധീനമാക്കുവാൻ കടിഞ്ഞാണും കപ്പലിന് നേരത്തെ ചുക്കാനും ഉള്ളതുപോലെ നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടായിരിക്കണം എല്ലാത്തിനെതിരെ. നാലാമത്തെ കാര്യം എന്താണ്? ഏറ്റവും ചെറിയ അവയവമെങ്കിലും വലിയ പമ്പ് പറയുന്നു. നാവിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം നാവ. യാക്കോബിന്റെ 3-ാമത്തെ 6 തൊട്ട് 12 വാക്യം വെച്ച് അതേക്കുറിച്ച് തന്നെയാണ്. അപ്പൊ നമ്മുടെ ചെറിയ നാവ് വലിയ കാട് കത്തിക്കും. ഈ ചെറിയ നാവാണല്ലോ ലോകത്തിന് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. കണ്ടാൽ നല്ല സുന്ദരനാണ്, സുമുഖനാണ്, കോമളനാണ്, പവിത്രനാണ്, കണ്ടാൽ നല്ല സൗന്ദര്യമുള്ളതാണ്, അലക്കി തേച്ച് നല്ല വടി പോലെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒട്ടും ചുളുക്കമേക്കാതെ ഇങ്ങനെ വസ്ത്രം ഇങ്ങനെ ചകഞ്ഞു പിടിച്ച് ഈ കോഴിപ്പൂവൻ ചകഞ്ഞു നിൽക്കുന്ന പോലെ വരുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാരെ അല്ലേ വസ്ത്രമൊക്കെ അവരെ ചെളി പറ്റത്തില്ല. അല്ല കത്രക്ക് അങ്ങോട്ട് ഇട്ട് ധരിച്ചങ്ങോട്ട് കോഴിപ്പൂവൻ വരുന്ന പോലെ ഇങ്ങോട്ട് വരും. വന്നിട്ട് സ്റ്റേജിലൂടെ മയക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ
ചില പാസ്റ്റർമാരും അങ്ങനെ, ചില പുരോഹിതന്മാരും അങ്ങനെ കേട്ടോ. എല്ലാ സമുദായത്തിലും ഉണ്ട്. അവരിങ്ങോട്ട് വരുന്നുണ്ടായി എന്താ, അവർ ഭയങ്കര വിശുദ്ധിയുടെ മാനദണ്ഡമൊക്കെ കാണിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ നാവുണ്ടല്ലോ, ചെറിയ അവയവ, അത് വലിയ വീമ്പ് പറയും, വലിയ കാട് കത്തിക്കും. അവിടെ നിന്റെ നാവിനെ ജയിക്കണം. ഇന്ദ്രിയജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരണം, 3-ാം അധ്യായത്തിലേക്ക് വരണം. നിന്റെ നാവിനെ കടിഞ്ഞാണ്ട് നിന്റെ നാവ് മുഖാന്തരം എത്ര കുടുംബം തകർന്നു. എന്നെ കേൾക്കുന്ന സഹോദരിമാർ പറയട്ടെ, നിന്റെ വീട്ടിലെ പണി തീർക്കാതെ അയൽവക്കത്തെ വീട്ടിൽ പോയിരുന്ന അയൽവാസി പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിരുന്ന ഓരോരുത്തരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് എത്രയോ കുടുംബങ്ങൾ നീ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങൾ നിങ്ങളുടെ ആ കൂട്ടം തകർത്തിട്ടുണ്ട്. ഇതിനെല്ലാം ശിക്ഷാവിധി നിനക്ക് വരും. ഇതെല്ലാം ഈ ഭൂമി വെച്ച് നീ എണ്ണി കണക്ക് പറയേണ്ടി വരും. അല്ലേരിയ സഹോദരന്മാരും പറയട്ടെ, നീ മറ്റുള്ളവനെതിരെ പറയുന്ന പരിഹാസത്തിന്റെ വാക്കുകൾ, നിന്ന വാക്കുകളും മറ്റുള്ളവനെ ഒരുക്കുന്ന തന്ത്രങ്ങൾ, നിന്റെ നാവ് ചെറിയതെങ്കിലും നിന്റെ നാവ് കൊണ്ട് നീ ചെയ്തു കൂട്ടുന്ന പാപത്തിനെ നീ കണക്ക് പറയണം. പ്രവേശനം അല്ലേ, ഇതിനൊക്കെ ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. അല്ലേരിയ സ്തോത്രം, അതൊക്കെ ജയിക്കണം. അങ്ങനെയുള്ളത് ജയിക്കണം. അപ്പൊ എന്താ ഉപദേഷ്ടാവൊക്കെ ആകാൻ ശ്രമിക്കുക, വാക്കി തെറ്റുക, കടിഞ്ഞാണ് നമ്മൾ ഇടുക, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. അല്ലേ? അപ്പൊ ഈ ചെറിയ നാവാണെങ്കിൽ ഇത് കുറഞ്ഞ തീ വലിയ കാട് കത്തിക്കുന്ന പോലെ, ചെറിയ തീയാണല്ലോ, ചെറിയൊരു തീപ്പൊരിയാണല്ലോ ആ വലിയ കാട് കത്തിക്കുന്നത് എന്ന് പറഞ്ഞാലേ നമ്മുടെ നാവ് വലിയ തീ കത്തിക്കും. എന്തുമില്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. ചിലരൊക്കെ അങ്ങോട്ട് നാവ് അങ്ങോട്ട് തുറന്നാൽ അയ്യോ, പിന്നെ അവിടെ എന്താ സംഭവിക്കുന്ന പറയത്തില്ല. അല്ലേരിയ ചിലരുടെ നാവ് അങ്ങോട്ട് തുറന്ന ഭർത്താക്കന്മാരെ കൊലയ്ക്ക് കൊടുക്കും ചില ഭാര്യമാര്. എന്റെ ഏരിയ ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാര് മുള്ളരുത് പറഞ്ഞാൽ മുള്ളത്തില്ല. നീ അനങ്ങരുത് പറഞ്ഞാൽ അനക്കത്തില്ല. ഭാര്യ ഒരു വര വെച്ച് ആ വരയ്ക്ക് അപ്പുറത്ത് നീ പോകരുത് പറഞ്ഞാൽ ആ വരയ്ക്കൊക്കെ നിൽക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയുള്ള ചില പെണ്ണുങ്ങൾ ഇത് ചെറിയ തീയായിട്ട് വലിയ കാടൻ കത്തിയും. നിന്റെ കുടുംബം തകരും കിട്ടുമോ? അല്ലേരിയ സ്തോത്രം. ജീവചക്രത്തിന് തീ കൊളുത്തുവര്, ജീവചക്രത്തിന് തീ കൊളുത്തു എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ജീവിതം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ അവന്റെ നാവിന്റെ ദോഷം മതി. ഒരുവന്റെ കുടുംബത്തെ മുഴുവൻ തകർക്കാൻ, അവന്റെ ജീവചക്രം മുഴുവൻ തകർക്കുവാൻ, അവന്റെ തലമുറയെ തകർക്കാൻ നാവ് മതി. ലേരിയ സ്തോത്രം. നരകത്താൽ അതിനെ തീ പിടിക്കുന്നുള്ളതാണ്. നരകത്താൽ അതിനെ തീ പിടിക്കുന്നു. അല്ലേരിയ. അപ്പൊ തീ ഉണ്ടാക്കാൻ ചക്രം വെച്ച് കടയുമ്പോൾ അച്ചുതണ്ട് കുത്തി നിർത്തുന്നത് കുഴിയിൽ തീയുണ്ടായി മുകളിൽ ഉയരുന്നത് പോലെ. പണ്ടത്തെ കാലത്തൊക്കെ, ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തൊക്കെ വളരെ വിചിത്രമായ രീതിയിൽ തീരുന്നു. അങ്ങനെ കറക്കി ഒരു അച്ചുതണ്ട് കൊണ്ടിട്ട് കറക്കി അങ്ങനെയൊക്കെ തീ ഉണ്ടാക്കിയത് കാലഘട്ടം വന്നത് എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത്, തീയുണ്ടാക്കാൻ ചക്രം വെച്ച് കടയുമ്പോൾ അച്ചുതണ്ട് കുത്തി നിർത്തുന്ന കുഴിയിൽ തീയുണ്ടായി മുകളിലേക്ക് ഉയരുന്നത് പോലെ മനുഷ്യന്റെ ആദരത്തിൽ നിന്നും പുറപ്പെടുന്ന മലിനാഗ്നിയുടെ ഉത്ഭവം നരകക്കുഴിയാകുന്ന നാവിൽ നിന്നാണെന്നാണ് പറയുന്നത്. കണ്ടോ എത്ര കഠിനമാണ് നമ്മുടെ നാവ്. അല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഈ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവസാനത്തെ 9ാമത്തെ ഫലമായി ഇന്ദ്രിയജയം എന്ന് പറയുമ്പോൾ, ആ ഇന്ദ്രിയജയത്തെ നീ ജയിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. രക്തജയം. നമ്മൾ ഈ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് നമ്മൾ ഭക്തന്മാരും വിശുദ്ധന്മാരും ആകത്തില്ല. നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അല്ലേലേ, നിന്റെ നാവ് കൊണ്ട് നീ എന്തും മാത്രം പാപം ചെയ്തു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഇഷ്ടം എന്റെ മുമ്പിലിരിക്കും, എന്റെ വായു കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ദാവീദ് പറഞ്ഞത് ഞാൻ മുമ്പ് ആവർത്തിച്ചു, വീണ്ടും ആവർത്തിച്ചു 39ാം സങ്കീർത്തനം. അല്ലേലേ. അപ്പം ചെറിയ നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ തീ ഉണ്ടല്ലോ. അല്ലേലിയ. പിന്നെ എന്താ പറയുക, നാവിനെയും മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. നാവിനെ മനുഷ്യർക്കും മരുക്കാവുന്നതല്ല. ഒരു മനുഷ്യന്റെ നാവിനെ, എന്റെ നാവിനെ എനിക്കൊരിക്കലും മരുക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ നാവിനെ നിങ്ങൾക്ക് മരുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാവിനെ മരുക്കാൻ കഴിയണം.
നമ്മുടെ നാവിനെ നമുക്ക് മെരുക്കുവാൻ കഴിയണമെങ്കിൽ ആത്മാവിന്റെ ഫലമായിരിക്കും ഇന്ദ്രിയ നീ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി വിശുദ്ധ ജീവിതം നയിക്കുന്ന നിനക്ക് മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന വാക്കുകൾ പാപമാണോ ആമേൻ അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി നമ്മുടെ നാവുകളെ മെരുക്കാൻ പറ്റത്തുള്ളൂ. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവം, യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ടവൻ, മാനസാന്തരപ്പെട്ടവൻ. അപ്പൊ നിങ്ങൾ പറയും മാനസാന്തരപ്പെട്ട പലരും നിങ്ങൾ ചൂണ്ടിക്കാണും, അവർ പറഞ്ഞു അതും മാനസാന്തരപ്പെടാത്തവരാ പറയുന്നത് കേട്ടോ. മാനസാന്തരപ്പെട്ടവൻ എപ്പോഴും അവന്റെ നാവിനെ വെരുക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കാളയെ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പശുവിനെ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നായയായിരുന്നാലും നമ്മൾ വളർത്തുന്ന ഏത് മൃഗത്തിനായും നമ്മൾ വെരുക്കുന്നത് പോലെ തന്നെ ഇനി കാട്ടിൽ കിടക്കുന്ന ആനയെ നാട്ടിൽ പിടിച്ചതിനെ ആ കാട്ടാനെ കൂട്ടിലിട്ട് മെരുക്കിയെടുക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ നാവിനെ മെരുക്കിയെടുക്കണം. പ്രേസലോ. കാട്ടാനെ മെരുക്കിയെടുക്കുന്നത് നിങ്ങൾ കോന്നി ആനക്കൂട്ടിലോ അല്ലെങ്കിൽ കോടനാട് ആനക്കൂട്ടിലൊക്കെ പോയിട്ട് നിങ്ങൾ കാണണം. കോടനാട് പോയാലും കോന്നി പോയാലും, കോടനാട് ഇവിടെ പെരുമ്പാവൂരും, കോന്നി പത്തനംതിട്ടയിലുമാണ്. എനിക്കറിയാം. അവിടെ പോയിട്ട് ആനയെ മെരുക്കുന്ന ചട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ മടങ്ങി വന്നിട്ട് നിങ്ങൾ അതൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ നാവിനെ നിങ്ങൾ ആനയെ മെരുക്കുന്ന പോലെ മെരുക്കിയെടുക്കണം. രക്തം ചെയ്യും. പ്രേസലോ. നിന്റെ നാവാ പ്രശ്നം. സഹോദരി നിന്റെ നാവാ പ്രശ്നം. സഹോദരി നിന്റെ ജീവിതം തകർന്നു പോയി ഡിവോഴ്സ് ആയതിന്റെ നാവിന്റെ പ്രശ്നമാണ്. നീ കോടതി കയറി ഇറങ്ങുന്നതിന്റെ നാവിന്റെ പ്രശ്നമാണ്. നിന്റെ അമ്മായിമ്മ നിന്റെ വൃത്തവും മരുമോള് നിന്റെ വൃത്തവും നിന്റെ നാവിന്റെ പ്രശ്നമാണ്. അല്ലേ? അയൽക്കാർ നിനക്ക് ശത്രുതയായത് നിന്റെ നാവിന്റെ പ്രശ്നമാണ്. സഭയിൽ നീ പുറത്തേക്ക് പോകേണ്ടി വന്നതിന്റെ നാവിന്റെ പ്രശ്നമാണ്. സഭയിലുള്ളവർ നിന്നെ സ്നേഹിക്കാത്തതിന്റെ നാവിന്റെ പ്രശ്നമാണ്. നിന്റെ ഭർത്താവിനോട് ഇഷ്ടമില്ലാതെ വന്നതിന്റെ നാവിന്റെ പ്രശ്നമാണ്. നിന്റെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇഷ്ടമില്ലാതെ നാവിന്റെ കുഴപ്പമാണ്. എല്ലാം നാവിന്റെ കുഴപ്പമാണ്. അല്ലേ? നിന്റെ നാവാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ചിലക്ക് നാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉയ്യോ, ആ നാവിൽ നിന്നൊക്കെ വരുന്ന ചില പുഴുത്ത തെറികൾ ഭയങ്കര കേട്ടോ. ഞാൻ ഈ ലോഡിംഗ് ഒക്കെ ചെയ്തതാണ്. ഞാൻ എല്ലാ ലോഡിങ്ങിനും പോയിട്ടുണ്ട്. ഞാൻ ടൗണിൽ കടകളിൽ അരി ഇറക്കുന്നിടത്ത് അരി കയറ്റാനും ഇറക്കാനും ഒക്കെ ലോഡിങ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഹെഡ് ലോഡ് തൊഴിലാളി ഞാൻ പാറമുട തൊഴിലാളിയായിട്ട് പണി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ടിമ്പർ രംഗത്ത് പണി ചെയ്തിട്ടുണ്ട്. കൂലിപ്പണി എല്ലാം ചെയ്തു. അങ്ങനെ പല മേഖലയിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ജോലി ചെയ്ത കൂട്ടത്തിൽ പല ആളുകളെ കണ്ടിട്ടുണ്ട്. പല ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. പല പഞ്ചായത്തുകളിൽ ഞാൻ പണിതിട്ടുണ്ട്. പല ജില്ലകളിൽ ഞാൻ പോയി പണിതിട്ടുണ്ട്. അവിടെയുള്ളവരൊക്കെ പറയുന്ന ചിലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്ന യൂണിയൻകാരല്ലേ ചില യൂണിയൻകാരൊക്കെ നേരത്തെ ചില ഭാഷകളൊക്കെ ഭയങ്കര കഠിനമായ ഭാഷയാണ്. അങ്ങനെയൊക്കെ കേട്ട് വളർന്ന് പഠിച്ചു വന്ന ഒരുവനാണ് ഞാൻ. എൻ്റെ ഏരിയ ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ വിശ്വാസത്തിൽ വന്നിരിക്കും. ഞാൻ ഒരു വീട്ടിൽ പോയി കേട്ടോ. വിശ്വാസത്തിൽ ചെന്നൊരു വീട്ടിൽ വന്ന് ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ സഹോദരി പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഇന്നും എനിക്ക് നാണമാണ്. കാരണം 25 വർഷത്തോളം ലോഡിംഗ് ജോലി ചെയ്ത് നടന്ന ഞാൻ കേൾക്കാത്ത ചില തെറികളെന്ന് അവരെന്റെ മുമ്പിൽ പറഞ്ഞു. ഓർത്ത് നോക്കി. അപ്പം നമ്മുടെ നാവെന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ ഞാൻ ഓർത്തിന്റെ കർത്താവ്, ഞാൻ 25 വർഷം കേൾക്കാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളുമാണ് ഈ മാനസാന്തരപ്പെട്ട സഹോദരി പറയുന്നത്. ഇപ്പൊ കർത്താവ് നീ ഭാരപ്പെടണ്ട, അവൾ മാനസാന്തരപ്പെട്ടതല്ല, അവളുടെ മാമിനെ അവൾക്ക് മെരുക്കുവാൻ കഴിയത്തില്ല, അവൾ ജീവചക്രം തീ പിടിപ്പിക്കുന്നുള്ളതാന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. സഭയ്ക്കകത്ത് പ്രശ്നമുള്ളപ്പോൾ ചില സഹോദരിമാരൊക്കെ സട്ടക്കൂട്ടം ചെയ്തേക്കും. അല്ലേ? പള്ളിയിൽ അങ്ങനെ പള്ളിയിൽ ചില അച്ഛന്മാരെ അടിക്കുന്ന കണ്ടിട്ടില്ല. പള്ളിയിൽ അച്ഛന്മാരെ യൂട്യൂബിലൊക്കെ കിടക്കാൻ ചില അച്ഛന്മാരെ ചില സഭാവിശ്വാസികൾ അങ്ങോട്ട് എഴുതിട്ട് പള്ളിയുടെ പുരോഹിതനെ ആ ലോഹയ്ക്കൊക്കെ പിടിച്ചു വലിച്ചു എട്ടാ പോടാ എന്ന് വേണ്ട എന്തല്ല ഉടനെ അടാ അട്ടിക്കരുത്. എന്താ സഹോദരൻ, നീ എന്തിന് പള്ളിയിൽ പോകുന്നതാ? പള്ളിയിലെ പുരോഹിതനിലെ ലോഹയ്ക്ക് പിടിച്ചു വലിച്ചു കയറി അയാളെ ചീത്ത പറയാന്ന്. നിന്റെ നാവിനെ മെരുക്കാതെ നീ എന്ത് ഭക്തിയുടെ വേഷം ധരിച്ച് നീ പോയാലും നിന്റെ അവസാനം നരകുക. അല്ലേ? ബഹുമാനിക്കാൻ നിനക്ക് അറിയണം. ബഹുമാനിക്കാൻ ഇടയൻ ഏത് സഭയുടെ ആയിരുന്നാലും. ഇനിയൊരു വേദത്തിൽ ഹൈന്ദവരുടെ അമ്പലത്തിന്റെ ഒരു പൂജാരിയെയാണ് നീ കാണുന്നെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഒരു മുസ്ലിം പള്ളിയിലെ ഒരു ഉസ്താദിനെ ബഹുമാനിക്കാൻ കഴിയണം. ഒരു പള്ളിയിലെ അച്ഛനെയാണെങ്കിലും ബഹുമാനിക്കാൻ കഴിയണം. ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ബഹുമാനിക്കാൻ കഴിയണം. അല്ല, നീ എന്തോ വലിയ പുള്ളിയാണെന്നും പറഞ്ഞ് നിന്റെ നാവിനെ വെറുക്കാതെ നീ അവർക്കെതിരെ ആകാശത്തോട് സംസാരിച്ചാൽ നീ ഏറ്റവും വലിയ പാപിയാ, നീ മഹാപാപിയാ.
നിനക്ക് സ്വർഗത്തിന്റെ പടി പോലും കാണാൻ പറ്റത്തില്ല. എല്ലാവരും ബഹുമാനി. നീ അധിവസിക്കുന്ന പഞ്ചായത്തിനകത്തൊരു പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് സ്റ്റേഷനകത്തെ അധികാരികളെ ബഹുമാനിക്കണം. നിന്നെ പഠിപ്പിച്ച് നിനക്ക് വിദ്യാഭ്യാസം ഗുരുക്കന്മാരെ നീ ബഹുമാനി. നിന്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കണം. പരസ്പര ആദരവ്. ഇതൊക്കെ നമ്മുടെ നാവിനെ ഭരിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. പൗലോസ് നമുക്ക് പറഞ്ഞ് ഈ ആത്മാവിൽ നീ ഇന്ദ്രിയജയമുള്ളവനാണെന്ന് പറയേണ്ടത്. അപ്പൊ ഇവിടെ അല്ലല്ലോ നാവിനെയോ മനുഷ്യർക്കാർക്ക് മെരുക്കാവതല്ല. നാവ് മരണകരമായ വിഷം നിറഞ്ഞതാണ്. നാവ് മരണകരമായ വിഷം നിറഞ്ഞതാണ്. ചിലരുടെ നാവിൽ നിന്ന് പുറത്ത് അണലി വിഷം പോലെ, ചിലരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അണലി വിഷം പോലെ, അണലിയുടെ വിഷം പോലെ ചിലരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ത് കഠിനമാണെന്നറിയോ? ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെന്നാണ് ഞാനീ പറയുന്നത്. നിനക്ക് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വചനം തിരുമതി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന റോമാവി, നിനക്ക് അധികകാലം ഈ ഭൂമി ജീവിക്കാൻ പറ്റുന്ന നാവ് മരണകരമായ അണലി വിഷം നിറഞ്ഞതുപോലെ ആകരുത്. നിന്റെ നാവിനെ നീ ശുദ്ധിയോടെ സൂക്ഷിക്കണം. അതിന് അതിരുവെക്കണം. അതിന് വരമ്പുണ്ടായിരിക്കണം. അല്ലേലൂയ. ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രം ശാപം പുറപ്പെടുന്നു. ചിലര് ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രം ശാപം. വാതിരുന്ന് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ പാടി ആരാധിക്കുക, മഹത്വപ്പെടുത്തുക ഒക്കെ ചെയ്യും. സ്തോത്രം സ്തുതികൾക്കൊന്നും ഒരു കുറവുമില്ല. അതേ നാവിൽ നിന്ന് തന്നെ ശാപം വരും. ഒരേ ഉറവിൽ നിന്ന് തന്നെ മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും എന്നാണ് യാക്കോബ് പറയുന്നത്. അതെ, നിന്റെ നാവ് അല്ലേലൂയ സ്തോത്രം കയ്പുള്ള വെള്ളം പുറപ്പെടുവിക്കുന്നതാകരുത്. ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യം വരാൻ പാടില്ല. ഹൃദയത്തിനകത്ത് കയ്പുള്ള ഈർഷ്യയും ശാഠ്യം ചിലരുടെയൊക്കെ ജീവിതം അങ്ങനെ അല്ലേലൂയ. അപ്പൊ അടുത്തത് പറയുന്നത് ഈർഷ്യയും ശാഠ്യം ഉള്ളിടം അല്ലേലൂയ അതിന്നും തകരും അല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് അതിനോട് പറഞ്ഞത് കേട്ടോ. അതിൽ 1-ാമത്തെ കാര്യം ഉപദേഷ്ടക്കന്മാരാകുള്ള ബന്ധപ്പാട്. 2-ാമത്തെ കാര്യം വാക്കിൽ തെറ്റാതിരിക്കാൻ നോക്കുക. 3-ാമത് കുതിരയെ അധീനമാക്കുവാൻ കടിഞ്ഞാണ്, കപ്പലിനെ അധീനമാക്കാൻ ചുക്കാൻ നിന്റെ ചുക്കാനിട്ട് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. 5-ാമത്തെ കാര്യം ചെറിയ അവയവം, നാവ് ചെറിയ അവയവെങ്കിലും ബമ്പ് പറയാതെ സൂക്ഷിക്കണം. 6-ാമത്തെ കുറഞ്ഞ തീയെ വലിയ കാട് കത്തി ഇന്നലെ ചെറിയ നാവിൽ. 7-ാമത്തെ ജീവചക്രത്തെ ചില ജീവിതത്തിന്റെ നാവ് കൊണ്ട് നീ തകർക്കും. 8-ാമത് നരകത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിന്റെ വരുന്ന, നിന്റെ ഹൃദയമാകുന്ന നരകത്തിൽ നിന്ന് വരുന്ന, കുഴിയിൽ നിന്ന് വരുന്ന അത് നരകാഗ്നിയായി മാറരുത്. നിന്റെ ഹൃദയം നല്ലതായിരിക്കണം. 9-ാമത്തെ കാര്യം നിന്റെ നാവിനെ നീ മെരുക്കണം അല്ലേലൂയ. 10-ാമത്തെ കാര്യം നാവ് മരണകരമായ അണലി വിഷം പോലെ ആകരുത്. 11-ാമത്തെ കാര്യം ഒരേ വായിൽ നിന്ന് സ്തോത്രവും കയ്പുള്ള ശാപവും കൂടെ പുറപ്പെടരുത്. അതിന് ഹൃദയത്തിൽ നിന്ന് കയ്പുള്ള വെള്ളം വരരുത് അല്ലേലൂയ. പിന്നെ 13-ാമത് ഈർഷ്യൻ ശാഠ്യത്തിന്റെ ഹൃദയത്തിൽ വരരുത്. അങ്ങനെ നിന്റെ ഹൃദയത്തെ നീ ഒരുക്കിയെടുക്കണമെങ്കിൽ ആത്മാവിന്റെ ഫലത്തിൽ 9-ാമത്തെ ഫലമായിരിക്കുന്ന ഇന്ദ്രിയജയം. ഇന്ദ്രിയജയത്തെ അവസാനം കൊണ്ട് വെച്ചിരിക്കുന്നത് ഇതെല്ലാം തലയാണ് അല്ലേ, എല്ലാത്തിന്റെ ആദ്യ തലയാണ്. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞിരിക്കുന്ന ഈ 13 കാര്യങ്ങൾ, ഈ 3-ാം അധ്യായത്തിൽ പറഞ്ഞ 13 കാര്യങ്ങളും തലയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഈ തലയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇന്ദ്രിയജയം നീ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് ഈ അശുദ്ധമായതെല്ലാം പുറപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലേലൂയ. സാത്താൻ നിന്നെ തകിടം മറിച്ച് കളയും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ പിശാചിനിടം കൊടുക്കരുത്. വചനം പറയുന്നത് യുവാവായിരുന്ന ജോൺ വെസ്ലി ആക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, യുവാവായിരുന്ന ജോൺ വെസ്ലി അല്ലെങ്കിൽ ആക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തിയുള്ള മാതാവ് 18 ബുദ്ധിമതികളെ ഒരു കത്തിൽ എഴുതി അതിലൊരു കുറിപ്പ് വെച്ചു. മകനെ, നിയന്ത്രിക്കാത്ത ശരീരത്തിന്റെ ഇച്ഛകൾക്കൊരിക്കലും നീ കീഴടങ്ങരുത്. അത് ആപത്തിൽ അല്ലയോ കലാശിക്കും. ആകിയാൽ നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രണത്തിൽ വെക്കണം. ഇന്ദ്രിയജയത്തെക്കുറിച്ച് മാതാവ് ജോൺ വെസ്ലി ശക്തമായിട്ട് എഴുതി. ജോൺ വെസ്ലിയുടെ മാതാവ് പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു. തൻ്റെ മകൻ ആക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പം ഒരു കത്ത് 18 സ്തോത്രം വലിയ ബുദ്ധിമതികളുടെ പേരെഴുതി വെച്ചിട്ട് പറയുക, നീ നിന്നെ സൂക്ഷിക്കണം, നിന്റെ ശരീരത്തെ സൂക്ഷിക്കണം, നിന്റെ ജീവിതത്തെ സൂക്ഷിക്കണം. നീ പാപത്തിലേക്ക് വീണു പോകരുത്. നീ ഇന്ദ്രിയജയമുള്ളവനാണെന്ന മാതാവ് ആ മകനെ ബുദ്ധി ഉപദേശിച്ചു. ഹല്ലേലൂയ.
അതൊക്കെ ചിന്തിക്കുമ്പോഴേ നമുക്ക് നമ്മളെ തന്നെ ചിന്തിക്കാൻ കഴിയണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് ഒരിക്കലും കീഴടങ്ങരുത്, അത് ആപത്തിൽ കലാശിച്ച്. ആകയാൽ നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രണത്തിൽ നീ വെക്കണം. ഹല്ലേലൂയ. യൗവനകാലത്ത് തെറ്റായ വഴികളിൽ പോകാതിരിക്കാൻ സൂക്ഷിക്കണം. യൗവനകാലത്തിൽ തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കാൻ സൂക്ഷിക്കണം. സ്വാമി സഭാപ്രസംഗ പുസ്തകം 11-ാം അധ്യായവും 12-1, 11-1, 12-1 ഒക്കെ വായിക്കണം. യൗവനകാലത്തിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഇന്ദ്രിജയം? അത് നമുക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ. അത് പ്രാപിച്ച നിസ്സൗമ്യന, ഇന്ദ്രിജയം പ്രാപിച്ച നിസ്സൗമ്യനായ വ്യക്തിയായി മാറും. ഹല്ലേലൂയ. അവിടെ യേശുക്രിസ്തു എല്ലാത്തിനും ഇന്ദ്രിജയം പ്രാപിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിങ്ങൾ വിജയിക്കുന്നതും തോൽക്കുന്നതും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിജയിക്കുന്നതും തോൽക്കുന്നതെല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ആമി വിജയിക്കുമ്പോൾ അതിന് മഹത്തായ ഗർവം നിങ്ങളുണ്ടാകുന്നു. വിജയിക്കുമ്പോൾ അതിന് മഹത്തായ ഗർവം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഗർവമുള്ളവനായി മാറും. എല്ലാം എൻ്റെ കഴിവാണ്, എൻ്റെ പ്രാപ്തിയാണ്, ഞാൻ നേടിയത് എൻ്റെ പണമാണെന്നൊക്കെ പറയും. എന്നാൽ നിങ്ങൾ തോൽക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ മേലെ ആ തോൽവി അടിച്ചേൽപ്പിക്കും. നിങ്ങൾ തോൽക്കുമ്പോൾ മറ്റാരുടെ മേലെ തോൽവി വരും. അത് ഇന്ന് രാഷ്ട്രീയക്കാരെ പിടിച്ചാൽ മതി. ഈ രാഷ്ട്രീയക്കാർ ജയിക്കുമ്പോൾ ഭയങ്കര ഗർവമായിരിക്കും. എന്നാൽ തോറ്റു കഴിയുമ്പോൾ മറ്റൊരാളുടെ മേലെ ആ തോൽവി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ്? ഇന്ദ്രിയം നഷ്ടപ്പെട്ടവരാണ് രാഷ്ട്രീയക്കാര്. പള്ളി നേതാക്കന്മാര്, സമുദായത്തിലെ നേതാക്കന്മാര്, സമുദായത്തിലുള്ള വിശ്വാസികള് ഇന്ദ്രിയം നഷ്ടപ്പെട്ടവരാ. അവരത്തെ ഭാര്യയും ഭർത്താവും ഇന്ദ്രിയം നഷ്ടപ്പെട്ടവർ, സഭയിൽ പാസ്റ്ററും വിശ്വാസികളും ഇന്ദ്രിയം നഷ്ടപ്പെട്ടവരാ. അതുകൊണ്ടാണല്ലോ ഈ സ്റ്റേജ് കുലുക്കിയാല് സ്തോത്രം സംസാരം നാവ് മരണകരമായി വിഷം തുപ്പുന്നത്. ചിലരുടെയൊക്കെ പ്രസംഗം പറഞ്ഞാൽ നാവ് മരണകരമായി വിഷം തുപ്പുന്നതാണ്. ഹല്ലേലൂയ. മനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നീ മാനസാന്ത യോഗ്യമായ ഫലം കായികം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനബന്ധമാണ് ഗലാത്യലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം. സൗമ്യത ഇന്ദ്രിജയം ഈ വകയ്ക്ക് വിരോധമായ യാതൊരു ന്യായപ്രമാണവുമില്ല. അത് നമ്മൾ നിത്യതയിലെത്താനാണെങ്കിൽ മാനസാന്തരപ്പെടണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന ചില കാര്യങ്ങളാണ്. നിങ്ങളാണ് യാക്കോബിന്റെ ലേഖനങ്ങൾക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്ത് ചരിത്രങ്ങൾ കൂട്ടി എൻ്റെ ഭാഗങ്ങളൊക്കെ കൂട്ടിയാണ് പറഞ്ഞത്. അതെ, നമുക്കൊന്നിച്ച് നമ്മുടെ നാവുകൾ കടിഞ്ഞാണിട്ട് ഇന്ദ്രിജയമുള്ളവരായി നമ്മുടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. പാപത്തിൽ നീ വീട് പോകരുത്. നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. കുടുംബത്തിൽ നീ ഇന്ദ്രിയമുള്ളവളാണെങ്കിൽ അത് സമൂഹത്തിൽ വെളിപ്പെടും. നീ പോകുന്നിടത്തെല്ലാം നീ ഇന്ദ്രിയമുള്ള, നീ എവിടെയും ചെയ്യിക്കും. നീ പരാജയപ്പെടുന്നില്ല. കണ്ണുകളടച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ കേരളത്തിൽ ഭാരതലോക രാജ്യങ്ങളുടെ സകല ജനത്തെ എല്ലാ മത സാമൂഹിക സാംസ്കാരിക ചരിത്ര മീഡിയ രംഗങ്ങൾ നിൽക്കുന്ന എല്ലാ മേഖലയിലും എല്ലാ ഭരണവിദേശ മാറ്റങ്ങളും എല്ലാ മത നേതാക്കന്മാരും ശേഷവരും ബാല്യകൗമാരി യുവനത്തിലും വാർത്തയിലും വൃത്തരസന യാചകം ഓർഫണച്ചോളുടെ തലമുറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ അവിടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൽ മനുഷ്യൻ പലപ്പോഴും ഇന്ദ്രിയം നഷ്ടപ്പെട്ടവരായി കർത്താവിൽ പറയുന്ന വാക്കുകൾക്ക് കടിഞ്ഞാണില്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ള ദുഃഖിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന പാപത്തിന്റെ വാക്കുകൾ സംസാരിച്ച് മനുഷ്യൻ നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ നാവ് അണലി വിഷം പോലെ വിഷം തുപ്പുമ്പോൾ ഇന്ന് പകലും ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് ഇന്ദ്രിജയം പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി വാക്കുകൾ കൃപയോട് കൂടി ഉപ്പനാൽ രുചി വരുത്തതുമായി ജീവിതത്തിലും സമൂഹത്തിലും കുടുംബത്തിലും വെളിപ്പെടുത്തക്ക നിലയിൽ ഈ ജനത്തെ ശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരും നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ വരവുകൾ എല്ലാവരും നിത്യതയെ പ്രവേശിപ്പാൻ, നിത്യയുടെ അവകാശങ്ങളെ തിരുവാൻ ഈ ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. കർത്താവി ലോകത്തിൽ സകല മനുഷ്യനും കരികുള്ളി നിൽക്കുമ്പോൾ അതിനടിയിൽ കർത്താവി ജനത്തിന് ഇന്ദ്രിജയമുള്ളവരായി മാനസാന്തരത്തോടെ കർത്താവിനെ അനുസരിച്ച് ജീവിപ്പാൻ ജനത്തിന്റെ ആത്മീയങ്ങൾ തുറക്കാനായി ആത്മാവിന്റെ ഫലങ്ങൾ ആഗ്രഹപ്പെട്ട് സകലത്തിന് മേളിലാണ് ഇന്ദ്രിജയം എന്നുള്ള തിരിച്ചറിവ്, അത് തലയാണെന്ന തിരിച്ചറിവൂടെ ജീവിപ്പാൻ ജനത്തിൽ കൃപ കൊടുക്കണമേ. സകല മുഖത്തും കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.